ഒന്ന് പത്തായാൽ നൂറായിടാൻ മുഖവുമായി ഒട്ടനേകം ചെറുതും വലുതുമായ പ്രതീക്ഷകളുമായി തൻ്റെ നാടും വീടും കുടുംബവും ഉപേക്ഷിച്ച് കരകാണാ കടലിനു മീതെ അറബിക്കടലിന്റെ മണൽത്തട്ടിലേക്ക് പറന്നകന്ന് സ്വന്തം റൂമിൽ ജോലിയും കൂലിയുമില്ലാതെ പട്ടിണിയായി കിടക്കുന്ന നമ്മുടെ പ്രിയ സുഹൃത്തുക്കളിതാ. നമുക്ക് അവരിലേക്ക് എത്താം. സുഹൃത്ത് എന്തായിരുന്നാണ്? എവിടെയാ സുഹൃത്ത്? ചാലക്കുടിന്ന്. ഇവിടെ വന്നിട്ട് എത്ര നാളായി? വന്നിട്ട് 4-5 മാസമായി. പൈസ ഒക്കെ കൊടുത്തിട്ടാണ്? വിസക്ക് കാശ് കൊടുത്തിട്ടാണ്? വിസക്ക് നല്ല പണിയാണെന്ന് പറഞ്ഞാൽ അവിടുന്ന് വിസക്ക് കാശൊക്കെ അപ്പൊ തന്നെ കൊടുത്ത്. ഏജന്റ് വഴിയാണോ? ഏജന്റ് വഴിയാണ് വന്നത്. ക്യാഷ് എത്ര കൊടുത്തു? ക്യാഷ് 1.5 ലക്ഷം രൂപ വാങ്ങിച്ചവര്. ഇവിടെ വന്നിട്ട് അവര് കണ്ടതൊന്നുമില്ല? അവര് കണ്ട് ഇവിടെ വന്ന് ജോലിയില്ല. പിന്നെ അപ്പൊ ഇവിടെ കാശ് തിരിച്ചു അറിയില്ല എവിടെ. ഇനിയിപ്പോ നാട്ടിലേക്ക് പോകാൻ എന്ത് ചെയ്യാ? നാട്ടില് എംബസിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്റെ പേര് നവാസ് എന്നാ. സുഹൃത്ത് ഞാൻ പയ്യന്നൂരിൽ നിന്നാണ്. ഇവിടെ വന്നിട്ട് എത്രയായി? ഞാൻ വന്നിട്ട് ഇവിടെ 4 മാസത്തോളായി. ഇവിടെ ജോലിയില്ല, ഒന്നുമില്ല. നല്ല ജോലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഏജന്റ് ഇവിടെ 1.5 ലക്ഷം രൂപ വിസക്ക് കൊടുത്ത്. അങ്ങനെയുള്ളതൊക്കെ 2 സെന്റ് സ്ഥലവും വീടൊക്കെ ആധാരപ്പെടുത്തി 80,000 രൂപ കൊടുത്ത്. ബാക്കി ജോലിയൊക്കെ ആയിട്ട് തരാന്ന് പറഞ്ഞ. ഇപ്പൊ പറഞ്ഞ ജോലിയില്ല, വിസയില്ല, ഇപ്പൊ ആകെ കുടുങ്ങി നിൽക്കാണ്. നേരത്തിന് ഭക്ഷണമില്ലേ. നാട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലാകെ ഉള്ളത് 3 മക്കളും ഭാര്യയൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ചെലവിന് അയച്ചു കൊടുക്കാൻ അതിന് കാശ് വേണ്ടേ. വേറെ ചേക്കണല്ല, നാട്ടിൽ പോയി നല്ലത്. ഇവിടെ ഫുഡ് വീട്ടിലുണ്ടോ? ഇല്ലേ, ഉള്ളവരുടെ കീഴിൽ ഇങ്ങനെ കഴിഞ്ഞു പോകാന്നല്ലാതെ ഞാൻ എത്രയും പെട്ടെന്ന് നാട്ടിൽ പോകാൻ എംബസി വഴി അന്വേഷിക്കുന്നുണ്ട്. അതെയോ? ക്ഷമിക്കാൻ ഞങ്ങൾക്ക് ചാനൽ എന്തെങ്കിലും പറയാനുണ്ടോ? കഴിയുന്നതും ഇങ്ങനെയുള്ള തട്ടിപ്പുകത്തിൽ പരമാവധി ശ്രമിക്കാനൊക്കെ നോക്കുക. എന്റെ ഫ്രണ്ട് ഉസ്താൻ ഇവിടെ ഉണ്ട്. അദ്ദേഹം വന്നിട്ട് 6 മാസത്തോളമായി. അദ്ദേഹത്തിന് തന്നെ പ്രത്യേകിച്ച് ജോലി കിട്ടിയിട്ടില്ല. അദ്ദേഹം തൊട്ടാൽവാസിയാണ്. ഇതുപോലെ കേസിൽ കുടുങ്ങി വന്നാണ് പോലമാതിരി. എത്രയും പെട്ടെന്ന് എത്തണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സുഹൃത്തുക്കൾ എന്താണ് വരുന്നത്? ഇവിടെ വന്നിട്ട് എത്ര നാളായി സുഹൃത്ത്? 2 മാസമായി. 2 മാസം. സുഹൃത്തിന് എന്താ അസുഖം എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഇവിടെ വന്നതിന് ശേഷം അസുഖങ്ങളൊക്കെ പിടിപെട്ട് പണിയില്ലാതെ വളർത്തി ഇരിക്കാണ്. അങ്ങനെ ഈ വിസ തന്നത്. അളിയന് ഇവിടെ തന്നെയാണോ? ഗൾഫിലാണോ? ഇവിടെയാണോ? ഇവിടെ തന്നെയാണ്. കാശ് എത്ര കൊടുത്തു? വിസയ്ക്ക് വേണ്ടി ക്യാഷ് എത്ര കൊടുത്തു? കണക്കോ 3 മാസം മുക്കിയിട്ടാണ്. ഇതിന് നമ്മൾ കഴിഞ്ഞ ശ്രമിക്കാം സുഹൃത്തിനെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള. സുഹൃത്ത് ഇവിടെ വന്നിട്ട് എത്ര നാളായി? ശ്യാമള വന്നിട്ട് 4-5 കൊല്ലായിരുന്നു. ഒരു ജോലിയില്ല, ഒരു നാളായി ഇവിടെ അങ്ങനെ അറിഞ്ഞിട്ട് നടക്കുന്നു. എന്തെന്നൊരു ഗതി വേണ്ടേ? ഇവരോട് പറഞ്ഞിട്ട് ഇവർ കേൾക്കണ്ടേ? എത്രയെന്നാലും ചെവരോട് പറയാം. പറയുന്നത് കണക്കില്ലേ? ഇവരോട് പറയാൻ പറയുന്നു. നമ്മൾ പറയുന്നതോടൊപ്പം ഇനി മാത്രം പറയണം. പൈസ കുറെ കൊടുത്തിട്ടുണ്ട്. കാശ് എത്ര കൊടുത്തിട്ടുണ്ട് സുഹൃത്ത്? ഞാൻ 3 ലക്ഷം രൂപ പൈസ. നാട്ടിലാരൊക്കെ ഉണ്ട്? നാട്ടില് ഭാര്യയും 3 കുട്ടികളും വീട്ടിലിരിപ്പുണ്ട്. അവർക്കൊരു ഗതിയുണ്ട്. ഇവിടെ സുഹൃത്തുക്കളായിട്ട് ആരെങ്കിലും ഒന്നുമില്ല. ഞാനിവരെ റൂമിൽ വാടക കൊടുത്ത് അതിനൊക്കെ എന്താ ചെയ്യുന്നത്? സുഹൃത്തിന് വഴി അങ്ങനെ അന്വേഷിച്ചിട്ടൊക്കെ കൊടുക്കുക. അതെയോ? ഇനി നാട്ടിൽ കയറാൻ വേണ്ടിയുള്ള തീരുമാനം എംബസി വഴി തീരുമാനിച്ചൊന്നും ചെയ്തിട്ടുണ്ടോ? അവരോട് പറഞ്ഞിട്ടുണ്ട്. പറയാൻ നമുക്ക് ശ്രമിക്കാം. സുഹൃത്തിനാകുമ്പോൾ രക്ഷിക്കാൻ ശ്രമിക്കാം. പ്രേക്ഷകരെ, ഈ പാവം സുഹൃത്തുക്കൾക്ക് ഇനി തുണയാറുണ്ട്. നമ്മൾ കഴിയുന്നത് ചെയ്യാം. ഇൻഷാ അല്ലാഹ് അതിന്